RC അമല സ്കൂൾ ബൂത്ത് നമ്പർ 194-ൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിവിധ വിഷയങ്ങൾ കടന്നു വന്നു. പക്ഷേ LDFന് അനുകൂലമാണ് മൊത്തത്തിലുള്ള ജനവികാരമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. വർഗീയ ധ്രുവീകരണത്തിനടക്കമുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, അതൊന്നും ഏൽക്കില്ല. ഒപ്പം പണം നൽകി വോട്ട് സ്വാധീനിക്കാനുള്ള ശ്രമത്തിനെതിരെയും ജനം വിധി എഴുതുമെന്നാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. 4.05% ഇപ്പോൾ ഇതുവരെ വോട്ടിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും പിന്നിടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം 4 കടന്നു എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 4% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ഇപ്പോൾ നടന്നു പോകുമ്പോൾ അവിടെ പോളിംഗ് ശതമാനത്തിലും സ്വാഭാവികമായ വർധനവ്, പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെടുന്നുണ്ട്. ആദ്യ മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥികളെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകളാണ് മിക്ക ബൂത്തുകളിലും കണ്ടത്. പ്രമുഖരൊക്കെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടു. ജനാധിപത്യം ജയിക്കണമെന്നാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നത്. ഇപ്പോൾ ഡാൻ കുര്യനൊപ്പം R. ശ്രീലേഖയുണ്ട്. വോട്ടിംഗ് പെർസെന്റേജ് വളരെ നല്ല വോട്ടിംഗ് പെർസെന്റ് ആണ്. ഞാനിപ്പോ ഒരുപാട് ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപാട് കൂടുതലാണെന്നാണ് പ്രതീക്ഷ. കുറെ കൂടുതൽ പെർസെന്റേജ് ഹൈ ആവും. മറ്റൊരു നിർണായക ശക്തിയായി മാറാൻ BJPക്ക് കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായും BJP ആണ് പൊങ്ങി നിൽക്കുന്നത്. നിർണായക ശക്തി നല്ല ജയിക്കും. വട്ടിയൂർക്കാവ് ജയിക്കും. ശ്രീലേഖ പിടിച്ചെടുക്കും. ഉറപ്പ്. May 4 നോയിക്കോ. R. ശ്രീലേഖയാണ് മാധ്യമങ്ങളെ കണ്ടത്. പ്രതീക്ഷകളുമായാണ് സ്ഥാനാർത്ഥികളുള്ളത്. നിരവധി മേഖലകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളടക്കം വന്നു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് R. ശ്രീലേഖ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 4 താമരകൾ വിരിയുമെന്നാണ് സെൻട്രലിലെ NDA സ്ഥാനാർത്ഥി കരമന ജയൻ പറയുന്നത്. കഴക്കൂട്ടം UDF നേടുമെന്ന് ശരത്ചന്ദ്ര പ്രസാദ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. VT ബൽറാം അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. BJP ക്ലച്ച് പിടിക്കില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ രാവിലെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. മികച്ച ഭൂരിപക്ഷം കിട്ടുമെന്ന് G. സുധാകരൻ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവാദങ്ങൾ ജയത്തെ ബാധിക്കില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ മിക്ക സ്ഥാനാർത്ഥികളും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മടങ്ങി ബൂത്തുകളിലേക്കും മറ്റ് വോട്ടർമാരെ കാണാനും മറ്റുമുള്ള ശ്രമങ്ങളിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ തന്നെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ 4% വോട്ടിംഗ് പെർസെൻറ്റേജ് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. 4% വോട്ടിംഗ് ശതമാനം. ഇപ്പോൾ 4% കടന്നാണ് ഇപ്പോൾ വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും കാത്തിരുന്നു കാണണം എന്താണ് കേരളത്തിൻ്റെ മനസ്സിലുള്ളത്, എന്താണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായും പരിഗണിച്ചത്, ഏത് മുന്നണിയാണ് ജനം ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്നത്, വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ അത് ജനത്തിൻ്റെ മനസ്സിലുണ്ടോ, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ, NDAയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുമോ? ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വോട്ടിംഗ് കൗണ്ടിംഗ് ദിവസത്തിന് ശേഷം മാത്രമാണ് വ്യക്തമാവുക എന്നുള്ളതാണ്. ഏതായാലും ഇനിയൊരു 10-24 ദിവസം കേരളത്തിന് വിശ്രമമാണ്. സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമാണ്, നേതാക്കൾക്ക് വിശ്രമമാണ്. ഇത്രയും ദിവസം 24 ദിവസത്തോളം നടന്ന വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളം പോളിംഗ് ബൂത്തിലാണ്. അന്തിമ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 1.5 മണിക്കൂർ പോളിംഗ് പിന്നിടുമ്പോൾ 4.024 എന്ന നിലയിലേക്ക് ഇപ്പോൾ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. അതിനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം കരുതാൻ. കൂടുതൽ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പ്രവഹിക്കുകയാണ്. സ്ത്രീകളുടെ അടക്കം വലിയ നിര മിക്ക ബൂത്തുകളിലും കാണുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.